മലപ്പുറം പന്തല്ലൂർ കടമ്പോട് ജംഗ്ഷനിൽ മരക്കൊമ്പ് പൊട്ടി വീണ അപകടം. മരക്കൊമ്പ് വീണ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. വിദ്യാർത്ഥിയുടെ കാലിലാണ് പോസ്റ്റ് വീണത്. പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഷ്കർ അലി കരിമ്പിയാണ് വിവരങ്ങളുമായി ചേരുന്നത് മലപ്പുറത്ത് നിന്ന്. അഷ്കർ, ഇത് എങ്ങനെയാണ് ഈ മരക്കൊമ്പ് പൊട്ടി വീണത്? മുറിച്ചിട്ടതുപോലെയാണല്ലോ. കൃത്യസമയത്ത് തന്നെ ദൃശ്യങ്ങൾ പകർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്, ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവം? ബിനിൽ, അല്പസമയം കൃത്യമായി പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 2:45 ഇത്തരത്തിൽ അപകടം ഉണ്ടാവുന്നത്. ഈ മരം ഒരു അപകട ഭീഷണി നിലനിൽക്കുന്ന മരമായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നാട്ടുകാർ ഇത് മുറിച്ചു മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2:45 ഈ മരം പൊട്ടി വീഴുന്നത് പോലുള്ള ശബ്ദം ഉണ്ടായതോടെ നാട്ടുകാർ അതുവഴിയുള്ള വാഹനങ്ങൾ തടസ്സപ്പെടുത്തിയിരുന്നു. വാഹനങ്ങളൊക്കെ തടഞ്ഞ് ആ വഴി കടത്തിവിടാതെ തടസ്സം നിർത്തിയിരുന്നു. മലപ്പുറത്ത് നിന്നും മാനക്കയിൽ നിന്നും പന്തല്ലൂർ വഴി പാണ്ടിക്കാടേക്ക് പോകുന്ന റോട്ടിലാണ് ഇത്തരത്തിൽ പന്തല്ലൂർ കടമ്പക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ അപകടമുണ്ടാവുന്നത്. ഈ ശബ്ദം കേട്ടതോടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയതാണ് യഥാർത്ഥത്തിൽ വലിയൊരു ദുരന്തത്തിൽ നിന്നും ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാലും അതുവഴി കടന്നു പോകാൻ ശ്രമിക്കുന്ന ഒരു ടിപ്പറിന്റെ മുകളിലേക്ക് ഒരു ഭാഗം, ഈ മുറിഞ്ഞു വീഴുന്ന മരത്തിന്റെ ഒരു ഭാഗം ചെന്ന് പതിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മരക്കൊമ്പ് വീണത് അതുവഴി കടന്നു പോകുന്ന ഇലക്ട്രിക് ലൈനുകളുടെ മുകളിലേക്കായിരുന്നു. സ്വാഭാവികമായും ഇലക്ട്രിക് ലൈനുകളും ഇലക്ട്രിക് പോസ്റ്റുകളടക്കം പൂർണ്ണമായും തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിലേറ്റവും ദുരന്തം എന്ന് പറയുന്നത് അതിലൊരു ഇലക്ട്രിക് പോസ്റ്റ് രണ്ടായി മുറിഞ്ഞുകൊണ്ട് തകർന്നു വീണത് സമീപത്തെ ബസ് കാത്തു നിന്നിരുന്ന ഒരു വിദ്യാർത്ഥിക്ക് മുകളിലായിരുന്നു. വിദ്യാർത്ഥിന്റെ കാലിന് മുകളിലാണ് ഇത്തരത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് വന്ന് വീണത്. പക്ഷേ ചെറിയ ഒരു ഗ്യാപ്പ് ഈ വിദ്യാർത്ഥിയുടെ കാലും പോസ്റ്റും തമ്മിലുണ്ടായതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി. പക്ഷേ വിദ്യാർത്ഥിയുടെ കാലിൽ നിസ്സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. വിദ്യാർത്ഥി ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഈ കാര്യം കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഒഴിവായി എന്നുള്ളതാണ്. പക്ഷേ നാട്ടുകാർ വലിയ പ്രതിഷേധം ഈ ഘട്ടത്തിൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ ഈ റോട്ടിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ആവശ്യമായി പലതവണ അധികൃതരോട് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ മുറിച്ചു മാറ്റാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ആ മരങ്ങൾ മുറിച്ചു മാറ്റിയ ഇത്തരത്തിൽ അപകട ഭീഷണി നിലനിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷമേ ഈ റോഡിൽ വീട് കിടക്കുന്ന മരം മാറ്റാൻ സമ്മതിക്കൂ എന്നുള്ളതാണ് ഒരു വിഭാഗം നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും തലനാരിഴയ്ക്ക് വലിയൊരു ദുരന്തം ഒഴിവായിരിക്കുന്നു. അവിടുത്തെ നാട്ടുകാരുടെ ഇടപെടൽ കൂടിയാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. അവിടെയുള്ള ബസ്സുകളടക്കം അതുവഴി യാത്രക്കാരുമായി കടന്നു പോകുന്ന ബസ്സുകളടക്കം ഇത്തരത്തിൽ നാട്ടുകാർ തടഞ്ഞു നിർത്തിയത് കൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം ഒഴിവായത് എന്ന് പ്രത്യേകം പറയേണ്ടി വരും. പക്ഷേ ഈ മരം വീണതോടെ അവിടുത്തെ വൈദ്യുതി പോസ്റ്റുകളും അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈനുകളൊക്കെ പൂർണ്ണമായും റോഡിലേക്ക് തകർന്നു വീണതാണ് പിന്നെയും ഒരു ആശങ്ക സൃഷ്ടിച്ചത്. ബിനിൽ, ഓക്കെ, അത് ഞെട്ടിക്കുന്ന ആശങ്ക സൃഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അഷ്കർ. ചെറിയൊരു മരച്ചില്ലയല്ല, വലിയ ഒരു മരത്തിന് സമാനമായിട്ടുള്ള വലിയൊരു ചില്ലയാണ് ഇപ്പോൾ ഒടിഞ്ഞു വീണ്ടിരിക്കുന്നത്. വലിയൊരു ശിഖരഭാഗമാണ് ഒടിഞ്ഞു വീണിട്ടുള്ളത്. വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റുള്ളത്. പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ മലപ്പുറം പന്തല്ലൂർ കടമ്പോട് ജംഗ്ഷനിലെയാണ്. മരക്കൊമ്പ് വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നാണ് വിദ്യാർത്ഥിയുടെ കാലിൽ നിസ്സാരമായിട്ടുള്ള പരിക്ക് ഏറ്റിട്ടുള്ളത്. വലിയ അപകടത്തിൽ നിന്ന് നാട്ടുകാരുടെ ഇടപെടൽ, സംയോജിതമായിട്ടുള്ള ഇടപെടൽ മൂലം വലിയ അപകടത്തിൽ നിന്ന് യാത്രക്കാർ ഉൾപ്പെടെ രക്ഷപ്പെടുകയായിരുന്നു. അഷ്കർ അലി കരിമ്പിയാണ് വിവരങ്ങൾ നൽകിയത്.